ഇപ്പോൾ എവിടെ തുറന്നു നോക്കിയാലും ആരോഗ്യവകുപ്പിൻ്റെ കുറേ വീഴ്ചകളെ പറ്റിയുള്ള ന്യൂസുകളാണ് കാണുന്നത്. ആരോഗ്യവകുപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് തോന്നി. ആദ്യമേ പറയട്ടെ, നമ്മുടെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു വകുപ്പ് തന്നെയാണ്. കാരണം അത്രയും നല്ലൊരു ഹെൽത്ത് സിസ്റ്റമുള്ള സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, അവിടെ നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് മന്ത്രിയെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം പുള്ളിക്കാരിക്ക് ചെന്ന് നിന്ന് ഓരോ ചെറിയ കാര്യങ്ങളിലും ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കാൻ പറ്റില്ല. പുള്ളിക്കാരി ഒരാളാണ്. അപ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പുള്ളിക്കാരിയെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഡോക്ടർ ഹാരിസ് പറഞ്ഞതുപോലെ തന്നെ മാറേണ്ടത് സിസ്റ്റമാണ്, അല്ലാതെ ആൾക്കാരല്ല. സിസ്റ്റം മാറാതെ ഇവിടെ ഒന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ ആൾക്കാരെല്ലാം ചോദിക്കുക, എന്താ ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെ തട്ട് മുതൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷന് വരെയുള്ള ഒരു രീതികളുണ്ട്. ഓരോ കാര്യങ്ങളും ചെയ്യുന്ന രീതികൾ. അതായത് ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് വേണമെങ്കിൽ പല സ്ഥലത്ത് സാങ്ഷൻ കൊടുത്ത് പല റിക്വസ്റ്റുകൾ കൊടുത്ത് പിന്നെ അത് ഓരോ സ്ഥലത്തുനിന്നും അത് അപ്രൂവലായി, പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അപ്രൂവലായി, പിന്നെ ആ സാധനം വാങ്ങിക്കാൻ പോയി ആ സാധനം എടുക്കുന്ന സമയം, അതാണ് മെയിൻ പ്രശ്നം. ഡോക്ടർ ഹാരിസ് പറഞ്ഞല്ല, അത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാര്യത്തിൽ അതുപോലെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളിലും ഇത്രയും ഡിലേകൾ നടക്കുന്നുണ്ട്. പേഷ്യൻസിന് ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ആദ്യം ഈ സർവീസിൽ കയറുന്ന 2017 ഈ സർവീസിൽ കയറുമ്പോൾ ഈ പുറമേ നിന്നുള്ള ന്യൂസ് എല്ലാം കേട്ടിട്ടാണ് കയറുന്നത്. ഈ ആരോഗ്യവകുപ്പിലുള്ള നഴ്സുമാരൊക്കെ ഭയങ്കര റൂഡായിട്ടാണ് പെരുമാറുന്നതെന്നൊക്കെ. അപ്പോൾ കയറുമ്പോൾ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോട് പെരുമാറി നല്ലൊരു നേഴ്സ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യണമെന്ന്. പക്ഷെ കയറി ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നതെന്ന്. ഈ സിസ്റ്റം ഇങ്ങനെ ആവുന്നു, ഈ സിസ്റ്റത്തിലുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ ആവുന്നതിൻ്റെ കാരണം ആ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. കാരണം ഒരു പേഷ്യൻറ്റിനോട് സ്വസ്ഥമായി സംസാരിക്കാനുള്ള സമയം ഒരു നഴ്സിന് പോലും കിട്ടാറില്ല. ഒരു ദിവസം മിനിമം 50 പേർക്കെങ്കിലും മിനിമം മാക്സിമം എത്രയെന്നില്ല 50 പേർക്കെങ്കിലും മറുപടി കൊടുക്കേണ്ടി വരും ഈ 6 മണിക്കൂർ ഷിഫ്റ്റിനിടയിൽ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു 6 മണിക്കൂർ ഷിഫ്റ്റിൽ എല്ലാ ജോലികളും ചെയ്യുകയും ഒരു 50 പേർക്ക് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുള്ള ആൻസറും പറയേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻ. പിന്നെ നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലേ, നമുക്ക് എങ്ങനെയാണ് ഇത്രയും പ്ലസൻ്റായിട്ട് എല്ലാവരോടും ബിഹേവ് ചെയ്യാൻ പറ്റുക? അതും ഒരു ദിവസം 6 മണിക്കൂറിന്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഹസ്ബൻഡിനോട് ഞാൻ പറയായിരുന്നു, ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡാണ്, ഇത്രയും സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാവുന്ന പല കാര്യങ്ങളും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ രീതിയിൽ ഞാനിങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സെയിം വേർഡ്സ് പറയുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു 10-20 വർഷമായി ഈ സിസ്റ്റത്തിൽ നിന്ന് ഈ സിസ്റ്റം ഇങ്ങനെയാണ് മൂവ് ചെയ്യണേ എന്ന് മനസ്സിലാക്കി അതിലൂടെ വന്നവരാണ് ഇപ്പോൾ ഹയർ പോസ്റ്റിലിരിക്കുന്നത്. അവർ പുതുതായിട്ട് ഒരു ചേഞ്ചും വരുത്താൻ അവർ വില്ലിങ് അല്ല, അല്ലെങ്കിൽ അവർക്ക് ഭയമാണ്. അവരെന്ത് ചെയ്യുക, ഈ 10-20 വർഷം മുമ്പ് അവരെന്താണോ പ്രാക്ടീസ് ചെയ്തു വന്നാൽ എങ്ങനെയാണോ ആ സിസ്റ്റം വന്നത് അതുപോലെ മാത്രമേ അവർ ചെയ്യൂ. പുതുതായിട്ട് ഒരു സ്റ്റെപ്പ് പോലും ഒരു ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാം എന്ന് വിചാരിക്കില്ല. പിന്നെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. കാരണം എന്തെങ്കിലും ഒരു കാര്യം ഇനിഷ്യേറ്റീവ് എടുത്തു അത്രയും കോംപ്ലിക്കേറ്റഡ് ആകണ്ട, പെട്ടെന്ന് വാങ്ങിച്ച് കളയാം അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കളയാമെന്ന് വെച്ചാൽ നാളെ ഒരു ക്വസ്റ്റ്യൻ വരും, ആരെങ്കിലുമൊക്കെ ചോദിക്കും എന്തുകൊണ്ട് പ്രോട്ടോക്കോൾ ബ്രേക്ക് ചെയ്തു, ഇങ്ങനെയല്ലല്ലോ പോകേണ്ടത്, ഇന്ന സ്ഥലത്തെല്ലാം അപ്രൂവൽ വാങ്ങിച്ചിട്ടല്ലേ ചെയ്യേണ്ടത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ഈ റിട്ടയർഡ് ആവാനായിട്ടൊക്കെ ചിലപ്പോൾ 1-2 വർഷമുള്ളവരായിരിക്കും ഹയർ പോസ്റ്റിലൊക്കെ ഇരിക്കുന്നത്. അവർക്കതൊരു പ്രശ്നമാകും. അപ്പോൾ അതുകൊണ്ട് അവരൊരിക്കലും സമ്മതിക്കില്ല ഈ സിസ്റ്റം ബ്രേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ പറഞ്ഞേ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് അത്. ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് വാങ്ങുന്ന കാര്യത്തിൽ മാത്രമല്ല, ഈച്ച് ആൻഡ് എവറി കാര്യങ്ങളിൽ സിസ്റ്റം മാറാതെ പറ്റില്ല. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞാനൊരു പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് വേറൊരു രാജ്യത്തിരുന്നിട്ട് എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ പഠിച്ചു എന്ന് എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ എനിക്ക് ആ കോളേജിലോട്ട് ഇമെയിൽ ഇട്ടാൽ മതി, അവർ ആ സർട്ടിഫിക്കറ്റ് എൻ്റെ വീട്ടിലേക്ക് അയക്കും. ഞാൻ അതിൻ്റെ ഫീയും അടച്ചാൽ മതി. അറ്റ് ദ സെയിം ടൈം ഞാൻ വർക്ക് ചെയ്ത
മെഡിക്കൽ കോളേജിൽ ഞാനൊരു 7 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ ആ 7 വർഷം വർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് എനിക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് വെച്ചോ, ഞാനൊരു ഉദാഹരണം എൻ്റെ കാര്യം പറയുകയാണ്. അത് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നേരിട്ട് പോകണം. അല്ലാതെ ഒരു കാരണവശാലും ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടാനൊരു വഴിയില്ല. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ പോലും എനിക്കൊരു 7 വർഷം വർക്ക് ചെയ്ത് എനിക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഞാൻ നേരിട്ട് പോയി, അതും ഇന്ന ദിവസങ്ങളുണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന റിക്വസ്റ്റ് കൊടുക്കാവുന്ന, ആ ദിവസങ്ങളിൽ തന്നെ പോകണം, ആ ദിവസങ്ങളിൽ തന്നെ റിക്വസ്റ്റ് കൊടുക്കണം. അതവിടെ നിന്ന് പല സെക്ഷനിൽ പോയി അതിനുശേഷം എന്നെ ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും ഇത്രയും വർഷം വർക്ക് ചെയ്തെങ്കിലും. എന്നാലും അതെല്ലാം അവർ നോക്കി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ കൈ കിട്ടില്ല. നമ്മളതും കൊണ്ട് ഓരോരുത്തരുടെ അടുത്ത് സൈൻ ചെയ്യിപ്പിക്കാൻ പോകണം. ചിലപ്പം അന്ന് ചെല്ലുമ്പോൾ നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ലീവായിരിക്കാം. അവർ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വരിക. പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ ഒരാഴ്ചയായിരിക്കും. ഞാൻ ചിലപ്പോൾ എൻ്റെ ഒരു ആവശ്യം കൊണ്ട് ഞാൻ ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് ലീവ് എടുത്തിട്ടൊക്കെ ആയിരിക്കും ഞാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് ചെല്ലുക. ഇപ്പോൾ എൻ്റെ കാര്യമാണ്, ചിലപ്പോൾ പൂർണ്ണമായ ഗർഭിണികളൊക്കെ കുറേ ദൂരം യാത്ര ചെയ്തിങ്ങനെ പോകാറുണ്ട്. കാരണം അവർക്ക് ഹയർ സ്റ്റഡീസിനൊക്കെ അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പൊസിഷന് പോകാനിരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ നഴ്സിംഗ് സൂപ്രണ്ടിനെ കണ്ടുപിടിച്ചു എന്ന് വെച്ചോ, നഴ്സിംഗ് സൂപ്രണ്ട് സൈൻ ചെയ്യാതെ സൂപ്രണ്ട് സൈൻ ചെയ്യത്തില്ല. അതും നമ്മൾ നേരിട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ നഴ്സിംഗ് സൂപ്രണ്ട് ഒരാഴ്ച ലീവാണെങ്കിൽ നമ്മൾ ആ ഒരാഴ്ച നമ്മൾ പെട്ടു. അപ്പോൾ നമ്മൾ ആ ഒരാഴ്ച നിന്നു എങ്ങനെയെങ്കിലും നഴ്സിംഗ് സൂപ്രണ്ടിനെ കണ്ടുപിടിച്ചു. അവർ വന്നു, അവരിൽ നിന്ന് സീൽ വാങ്ങിച്ചു. നേരെ നമ്മൾ സൂപ്രണ്ടിന് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ സൂപ്രണ്ട് അവിടെ കാണത്തില്ല. സൂപ്രണ്ട് എപ്പോഴും ഒരേ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആളല്ല. സൂപ്രണ്ട് എല്ലാ ഹോസ്പിറ്റലിലെയും മിക്ക ഹോസ്പിറ്റലിലെയും സൂപ്രണ്ട് ഡോക്ടേഴ്സ് ആയിരിക്കും. അവർക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടായിരിക്കും, സർജറികളുണ്ടായിരിക്കും, പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അതിനുവേണ്ടി പോവും, റൗണ്ട്സിന് വേണ്ടി പോവും. അല്ലെങ്കിൽ പല മീറ്റിങ്ങുകളും ഗവൺമെൻറ് കാര്യങ്ങളും മീറ്റിങ്ങുകളും ഉണ്ടാവും, അതിനു വേണ്ടി പോവും. അതും അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും വയ്യായ്ക ഉണ്ടായി അവർ ലീവ് എടുക്കും. പിന്നെയുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ആ സൂപ്രണ്ടിനെ ഒന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും സൂപ്രണ്ടിനെ കണ്ടുപിടിച്ചു, സൂപ്രണ്ടിൻ്റെ കയ്യിൽ നിന്നും സീലും സൈനും എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാലേ ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് വാലിഡായി എനിക്ക് കിട്ടത്തുള്ളൂ. അതാണ് ഈ പറഞ്ഞത്, സിമ്പിളായിട്ട് തീർക്കാവുന്ന ഒരു കാര്യമാണ്. ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എവിടെ വർക്ക് ചെയ്യുന്നു, എത്ര നാൾ വർക്ക് ചെയ്തു, ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തു എന്നുള്ള എല്ലാ സകല ഡീറ്റെയിൽസും അവരുടെ കയ്യിലുണ്ടാവും. സിമ്പിളായി തീർക്കാവുന്ന ഒരു കാര്യമാണ് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ എല്ലാവരും ഇമെയിൽ വഴി അല്ലെങ്കിൽ ഓൺലൈൻ വഴി ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഗവൺമെൻറ് കോളേജിൽ ഇനി പൂർണ്ണ ഗർഭിണിയാണ്, പ്രസവിച്ച് കിടക്കുന്നത് എന്ത് പറഞ്ഞാലും നമ്മൾ നേരിട്ട് ചെല്ലേണ്ടി വരും. ഇത് ഞാൻ എൻ്റെ ഒരു ഉദാഹരണം മറ്റുള്ളവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവിടെ വർക്ക് ചെയ്ത ഒരു സ്റ്റാഫിന് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഒരു സിമ്പിൾ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവുന്നെങ്കിൽ ഒരു പേഷ്യൻസിന് ഓരോ കാര്യത്തിലും എന്തുമാത്രം ഉണ്ടാവുന്നുവെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. പലതും നമുക്ക് ചെയ്തു കൊടുക്കണമെന്നുണ്ടാവും, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നിസ്സഹായരാണ്. പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മൾ നിസ്സഹായരാണ്. കാരണം സിസ്റ്റം ഇങ്ങനെയാണ്. ആ സിസ്റ്റം ബ്രേക്ക് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പെടും. ആരും അതിന് നിന്ന് കൊടുക്കത്തില്ല. കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ സഹിതം പറയുന്നു. പേഷ്യൻസിൻ്റെ ഹെൽത്ത് കാർഡൊന്ന് അപ്രൂവലായി കുറച്ച് സാധനങ്ങൾ കിട്ടാൻ വേണ്ടി പേഷ്യൻസൊക്കെ കിടന്ന് ഓടുന്നത് കാണുമ്പോൾ ശരിക്കും മനസ്സുരുവാറുണ്ട്. കാരണം നടക്കാൻ വയ്യാത്ത 2 കാലിലും നീരായ അമ്മച്ചിമാരൊക്കെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ഓടുന്നതും അതൊന്ന് ശരിയാക്കാൻ വേണ്ടി എത്ര സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുന്നു, എത്ര കെട്ടിടങ്ങൾ കയറി ഇറങ്ങുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. വേറെ നിവൃത്തിയില്ല.